ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശുദ്ധ ശബദിന്റെ പ്രഭാതം സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നിരിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതം കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിച്ചതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ സമയത്ത് ദൈവ സ്വഭാവം ഒരു അതുല്യ സംയോജനം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ പ്രഭാത മന്ന. വിശുദ്ധ വേദപുസ്തകം സങ്കീർത്തന 85:10 ഇപ്രകാരം നാം വായിക്കുന്നു: ദയയും വിശ്വസ്തതയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു, നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വാക്യമാണ് 1 യോഹന്നാൻ 4:8. കാരണം അത് പറയുന്നത് ദൈവം സ്നേഹമാണ് എന്നുള്ളതാണ്. എന്നാൽ ഈ വാക്യം നാം പരിശോധിക്കുമ്പോൾ, സങ്കീർത്തനം 85:10 പരിശോധിക്കുമ്പോൾ, ദയയും വിശ്വസ്തതയും നീതിയും സമാധാനവും എല്ലാം സമ്മേളിച്ച ഒരു കാര്യമാണ് നമ്മളോട് പറയുന്നത്. അതായത് സ്നേഹം, നീതി, കരുണ, സത്യം, സമാധാനം, ഇതെല്ലാം കൂടെ, അതിന്റെ എല്ലാം കൂടെ ഒരു സംയോജനം. അതാണ് ദൈവത്തിന്റെ സ്വഭാവം. പ്രിയ മക്കളെ, നമുക്ക് പലപ്പോഴും വളരെ പ്രയാസം തോന്നും ഇതിനെയെല്ലാം ഒരുമിപ്പിക്കാൻ. കാരണം വെള്ളവും മെഴുകും എല്ലാം ഒരുമിച്ച് കൂട്ടി ഇളക്കി യോജിപ്പിക്കുന്ന പോലെ ആണോ എന്ന് നമുക്ക് സംശയമാകും. കാരണം നീതിയും അതുപോലെ ദയയും ഒക്കെ ഒരുമിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, മനുഷ്യന്റെ കാഴ്ചപ്പാടനുസരിച്ച് ഒരാൾ തെറ്റ് ചെയ്താൽ ആ തെറ്റിന് യഥാർത്ഥത്തിൽ ആ തെറ്റ് തിരുത്തണം, അല്ലെങ്കിൽ ആ തെറ്റ് ചെയ്ത വ്യക്തി ആ തെറ്റിന്റെ അല്ലെങ്കിൽ പാപത്തിന്റെ ആ കുറ്റത്തിന്റെ ശിക്ഷ അനുഭവിക്കണമെന്നുള്ളതാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം തെറ്റ് ചെയ്ത, പാപം ചെയ്ത, കുറ്റവാളിയായ മനുഷ്യനെ എത്രയധികം സ്നേഹിക്കുന്നു എന്ന് ദൈവത്തിന്റെ സ്വഭാവം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാവും. തെറ്റ് ചെയ്ത വ്യക്തിയെ തെറ്റ് തിരുത്തണമെന്നുള്ള സത്യം തന്നെ. എന്നാൽ തെറ്റ് ചെയ്ത വ്യക്തിയെ വെറുതെ വിട്ടയക്കുകയാണെങ്കിൽ സാധാരണ അവൻ വീണ്ടും തെറ്റ് ചെയ്യുകയും അവൻ കുറ്റവാളിയാകുകയും അവന്റെ ദുഷ്പ്രവൃത്തി തുടരുകയും ചെയ്യും. സ്വർഗത്തിലെ ദൈവം തെറ്റ് തിരുത്താൻ വേണ്ടി അതുകൊണ്ട് വളരെ ദീർഘക്ഷമ കാണിക്കുന്ന ഒരു ദൈവമായി വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. അനുകമ്പ കാണിക്കുന്ന ഒരു ദൈവം. വളരെ മനോഹരമായി ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. തെറ്റ് തിരുത്തണം, എന്നാൽ പാപത്തിൽ അധപ്പതിച്ച പാപിയായ ഒരു മനുഷ്യന് പെട്ടെന്ന് തെറ്റ് മനസ്സിലാക്കാനുള്ള കഴിവില്ല. അവൻ ആ തെറ്റ് തിരുത്താൻ അവനെ കൊണ്ട് കഴിയുന്നില്ല. കാരണം അവന്റെ തെറ്റ് അവന് ശരിക്കും അതിന്റെ കാര്യങ്ങൾ അതിന്റെ ആഴത്തിൽ മനസ്സിലാകുന്നില്ല. എന്നാൽ അവന് ആഴത്തിൽ ചിന്തിക്കുന്നതിനും തെറ്റ് തിരുത്തുന്നതിനും അവന്റെ ദുഷ്പ്രവർത്തികൾ വിട്ടുകളയുന്നതിനും സ്വർഗത്തിലെ ദൈവം അവനോട് കരുണ കാണിക്കുന്നു, അനുകമ്പ കാണിക്കുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനം പറയുന്നത് പാപത്തിന്റെ ശമ്പളം മരണമാണെന്നാണ്. ആ പാപത്തിന്റെ ശമ്പളം മരണമാണ്. എന്നാൽ ആ മരണത്തിൽ നിന്ന് ഈ മനുഷ്യനെ വിടുവിക്കുകയും ചെയ്യണം ദൈവത്തിന്. അതുകൊണ്ട് കർത്താവ് ഒരു പദ്ധതി ഒരുക്കി. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തിലെ മനുഷ്യരെ സ്നേഹിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ തെറ്റിന് ശിക്ഷയുണ്ട്, നിശ്ചയമായും ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. പാപത്തിന്റെ ശമ്പളം മരണം തന്നെയാണ്. എന്നാൽ സകല മനുഷ്യരും പാപം ചെയ്തുകൊണ്ട് എല്ലാവരും മരണശിക്ഷ അനുഭവിക്കണം. എന്നാൽ ദൈവം എല്ലാവരും മരണശിക്ഷ അനുഭവിക്കാതെ
ദൈവത്തോട് എതിർത്ത് നിൽക്കുന്നവർക്ക് മാത്രം ദൈവ ക്രോധം നിൽക്കുന്നത് കൊണ്ട് ദൈവത്തോട് എതിർത്ത് നിൽക്കാതെ ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് ദൈവത്തെ അനുസരിച്ച് മുമ്പോട്ട് പോകുന്നവർക്ക് നിത്യജീവൻ കൊടുക്കാമെന്നുള്ള ആ വാഗ്ദത്തം ക്രിസ്തുവിൽ നൽകിയിരിക്കുകയാണ്. അപ്പോൾ യേശുവിൽ നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നു. ആ യേശുവിൽ നിത്യജീവൻ ലഭിക്കുവാൻ കർത്താവ് ദീർഘക്ഷമ കാണിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഭൂമിയില് മനുഷ്യൻ 70 അല്ലെങ്കിൽ 80 സംവത്സരം വരെ ജീവിക്കുകയാണ്. എത്രയും വേഗം അവൻ മാനസാന്തരപ്പെട്ട് അവന്റെ പാപത്തെ കുറിച്ച് മനസ്സിലാക്കി അവന്റെ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തെ മനസ്സിലാക്കി ദൈവവുമായി നിരപ്പ് പ്രാപിച്ചെങ്കിൽ മാത്രമേ അവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. അതിനുവേണ്ടി ദൈവം വളരെ ദീർഘക്ഷമ കാണിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ സ്വഭാവം എത്ര വലിയതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം സ്നേഹവും നീതിയും കരുണയും സത്യവും സമാധാനവും എല്ലാം കൂടെ ഒത്തുചേർന്ന ഒരു സ്വഭാവം. പക്ഷെ പലപ്പോഴും നമുക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, നീതിയും സ്നേഹവും അല്ലെങ്കിൽ കരുണയും ഒരുമിച്ച് എങ്ങനെ പോകും? അത് പോകുന്നത് നമുക്ക് ക്രിസ്തുവിൽ കാണാൻ കഴിയും. യേശുക്രിസ്തുവിന്റെ ജീവിതവും യേശുക്രിസ്തുവിന്റെ മരണവും യേശുക്രിസ്തുവിന്റെ ഉയിർപ്പും നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവത്തിന്റെ നീതിയെ കാണാൻ കഴിയും. ക്രൂശിൽ പാപത്തിന്റെ ശമ്പളം മരണം. ക്രിസ്തു അത് ഏറ്റെടുത്തു, മരണം കൊടുത്തു. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് ക്രൂശിൽ കാണാൻ കഴിയും. മനുഷ്യവർഗത്തോടുള്ള സ്നേഹ നിമിത്തമാണ് താൻ ക്രൂശിതനാകുന്നത്, മരിക്കുന്നത്. അതുപോലെ മനുഷ്യവർഗത്തോടുള്ള കൃപ, മനുഷ്യവർഗത്തോടുള്ള അനുകമ്പ കാണാൻ കഴിയും. കാരണം ഈ കർത്താവിന്റെ ഈ ക്രൂശിലെ മരണം മനുഷ്യനെ ചിന്തിപ്പിക്കുന്നതിനും അവന്റെ പാപം വിട്ടൊഴിഞ്ഞ് ദൈവത്തെ സ്വീകരിക്കുന്നതിനും ദീർഘക്ഷമ കാണിക്കുന്നത് കൊണ്ട് അതിന് സമയം അവന് ലഭിക്കുന്നു. അതുകൊണ്ട് കരുണയും അവിടെ ഒത്തുചേർന്നിരിക്കുന്നു. നീതി മാത്രമല്ല, സ്നേഹവും നീതിയും കരുണയും വിശ്വസ്തതയും സത്യവും സമാധാനവും എല്ലാം ഒരുമിച്ച് ക്രൂശിൽ നമുക്ക് കാണാം. യേശുവിന്റെ ജീവിതവും ക്രൂശ് മരണവും യേശുവിന്റെ ഉയിർപ്പും വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ ഈ അനുഗ്രഹിക്കപ്പെട്ട സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നതായി നമുക്ക് കാണാം. പാപത്തിന്റെ ശമ്പളം മരണമാണ്. എല്ലാവരും പാപം ചെയ്തു, എല്ലാവരും മരിക്കണം. പക്ഷേ ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയിലൂടെ രക്ഷപ്പെടാം. ഏത് മഹാപാപിക്കും രക്ഷപ്പെടാം. പക്ഷേ പാപം വിട്ടു തിരിയണം. പാപം അവന് മാനസാന്തരപ്പെടണം. ക്രൂശിലേക്ക് നോക്കി പാപത്തിന്റെ ഭയാനകത മനസ്സിലാക്കണം. പാപത്തോടുള്ള ദൈവത്തിന്റെ വെറുപ്പ് മനസ്സിലാക്കണം. പാപിയെ സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവ് ദീർഘക്ഷമ കാണിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ സ്വഭാവം കൃപയുടെയും നീതിയുടെയും അതുല്യമായ സംയോജനമാണ്. അതുകൊണ്ട് ന്യായപ്രമാണം ആവശ്യപ്പെടുന്ന നീതി ക്രിസ്തുവിൽ പ്രായശ്ചിത്ത ബലിയായി നാം കാണുന്നു. അതുപോലെ അവനിൽ, അതായത് കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. എത്ര അതുല്യമായ ഒരു സ്നേഹം നമുക്ക്! അപ്പോ ദൈവ സ്വഭാവം ഒരു അതുല്യമായ സംയോജനമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. സ്വർഗത്തിലെ ദൈവത്തെ എത്രയധികം മഹത്വപ്പെടുത്തിയാൽ, എത്രയധികം സ്തുതിച്ചാൽ, എത്രയധികം ആരാധിച്ചാൽ, ദൈവത്തിനായി നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ ഈ അനുഗ്രഹിക്കപ്പെട്ട സ്വഭാവം നമ്മളെ പ്രേരിപ്പിക്കണം. നിശ്ചയമായും ഈ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ശബ്ദത്തിൽ ഈ ദൈവത്തിന്റെ അതുല്യമായ സ്വഭാവത്തെ കുറിച്ച് ചിന്തിക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചല്ലോ എന്ന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തിന്റെ ഈ സ്വഭാവം മനസ്സിലാക്കി നമുക്ക് മാനസാന്തരപ്പെടാം. നമ്മുടെ കർത്താവിന്റെ സ്വഭാവത്തെ നമുക്ക് മനസ്സിലാക്കി കർത്താവിനെ ഹൃദയപൂർവ്വം ആരാധിക്കാം. ഈ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ശബ്ദത്തിൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഇന്ന് നമ്മുടെ 3 സഹോദരങ്ങള് ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. ജോയ് ജോർജ് വെണ്ണിക്കുളം, രാജു PK കണ്ണമ്പള്ളി, അതുപോലെ സണ്ണി MC പുന്നുവലി. ഈ പ്രിയപ്പെട്ടവരെ ദൈവസന്നിധിയിൽ നമുക്ക് അർപ്പിക്കാം. അടിയങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഈ പ്രിയപ്പെട്ട
ഈ 3 പേരെയും അടിയങ്ങളുടെ പ്രിയപ്പെട്ട കർത്താവിന്റെ കരങ്ങളിലേക്ക് അടിയങ്ങൾ ഏൽപ്പിക്കുന്നു, സമർപ്പിക്കുന്നു. അവർക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ബർത്ത്ഡേ സ്വർഗത്തിലെ ദൈവം തന്നതുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. അവരെ അനുഗ്രഹിക്കണം, അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം, കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണം. ദൈവത്തിനായി സമ്പൂർണമായി ഒരിക്കൽ കൂടെ സമർപ്പണം ചെയ്യുവാൻ അവരെ പ്രാപ്തരാക്കണം. കർത്താവിനായി ജീവിപ്പാൻ കർത്താവ് ഒരുക്കണം. നിത്യജീവൻ പ്രാപിപ്പാൻ അവരെ ഒരുക്കുമാറണം. അടിയങ്ങളുടെ ദൈവമേ, അടിയങ്ങളുടെ ദൈവത്തിന്റെ അതുല്യമായ സ്വഭാവം, ആ സ്നേഹവും സമാധാനവും സന്തോഷവും എല്ലാമുള്ള അടിയങ്ങളെ കർത്താവെ, അടിയങ്ങളെ സ്നേഹിക്കുന്ന കർത്താവിന്റെ നീതിയുള്ള അനുഗ്രഹിക്കപ്പെട്ട സ്വഭാവത്തിനായി നന്ദിയോടെ സ്തോത്രം. അങ്ങടികളോട് കാണിക്കുന്ന കരുണയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു. ദീർഘക്ഷമയ്ക്കായി സ്തോത്രം. ആശീർവദിക്കണം, കർത്താവ് അനുഗ്രഹിക്കണം. ഇന്ന് തിരുവചനം കേട്ട കർത്താവിന്റെ മക്കൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ട സ്വഭാവം അടിയങ്ങളുടെ കർത്താവെ അവരുടെ സ്വന്തമാക്കുവാൻ സ്വർഗ്ഗ ദൈവം സഹായിക്കണം. നിത്യജീവൻ പ്രാപിപ്പാൻ എല്ലാവരെയും സഹായിക്കണം, അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ മഹത്വമുള്ള നാമത്തിൽ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. ഈ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ശബദിന്റെ ശിഷ്ടമുള്ള മണിക്കൂറുകൾ ദൈവമഹത്വത്തിനായി, ദൈവത്തെ മഹത്വപ്പെടുന്നതിന്, സ്തുതിക്കുന്നതിന്, ദൈവത്തെ ആരാധിക്കുന്നതിന്, മറ്റുള്ളവരോട് ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നതിന് ഒക്കെയും കർത്താവ് നമുക്ക് നൽകിയിരിക്കാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവ് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.